ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഫൈസസാറാണ് മക്കളെ. നമ്മുടെ പ്രൈസ് ആൻഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വിലയും വിപണിയും എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ടല്ലോ, അതിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് മക്കൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ട കുറച്ച് ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടാണ് മക്കളെ. ഇവിടെ ആദ്യം തന്നെ മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ഉൽപാദക ധർമ്മം എന്ന് പറയുന്ന ഉൽപാദക ധർമ്മം. ആദ്യം തന്നെ ഇത് ഇക്വേഷൻ പഠിച്ചോക്കെ, എന്നിട്ട് അത് ഡീറ്റെയിൽ എന്താ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്: Q ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് എഫ് എങ്ങനെ വായിക്കാം, ഫംഗ്ഷൻ ഓഫ് N, L, K, O എന്നാണ് ആക്ച്വലി എന്ത് വിളിക്കുക, നമ്മുടെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉൽപാദക ധർമ്മം എന്ന് പറയുന്നത്. അതെന്താണെന്നറിയാം മക്കളെ, അത് കൃത്യമായിട്ട് മക്കൾ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മതി മക്കളെ. Q എന്ന് പറഞ്ഞാൽ മൊത്തം ഉൽപ്പന്നത്തിന്റെ അളവ്, നമ്മൾ എത്ര സാധനങ്ങളാണോ ഉണ്ടാക്കുന്നത് അതിനെയാണ് എന്ത് വിളിക്കുക, നമ്മൾ ഇവിടെ പറയുന്നത് Q എന്ന് പറയുന്നത്. Q ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ്, അത് നമ്മൾ എഫ് സ്മോൾ ലെറ്ററിൽ ഇട്ടേക്കുന്നു, ബ്രാക്കറ്റിൽ ഇടുന്നു. ആദ്യം നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദക ഘടകങ്ങൾ പഠിച്ചിട്ടില്ലേ? അതിൽ ഒന്നാമത്തെ ഉൽപാദക ഘടകം എന്താണ്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്താണ്? ലാൻഡ് ആണ്. ഈ ലാൻഡിനെ തൽക്കാലത്തേക്ക് നമ്മൾ ഇവിടെ N എന്നാണ് എഴുതാറുള്ളത്. N എന്ന് എഴുതാനുള്ള കാരണം എന്താ അറിയോ? നാച്ചുറൽ റിസോഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എഴുതുന്നതിലാണ് N നമ്മൾ ലാൻഡിനെ പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ N എന്ന് എഴുതുന്നത്. നാച്ചുറൽ റിസോഴ്സ്, പ്രകൃതി വിഭവം എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷനില്ല. അതുകൊണ്ട് ഈ ലാൻഡിൽ തന്നെയാണ് ഇവിടെ N എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. N, L അതേ സമയം ലേബർ, നമ്മൾ രണ്ടാമത്തെ ഫാക്ടേഴ്സ് ഉൽപാദക ഘടകം എന്താണ്? ലേബർ ആണ്, തൊഴിലാണ്. അതുകൊണ്ട് L എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഏതാണ് നമ്മുടെ ഉൽപാദക ഘടകം എന്ന് പറയുന്നത്? അത് ക്യാപിറ്റൽ ആണ്. ക്യാപിറ്റൽ നമ്മൾ C എന്നാ വെച്ചിട്ട് നമ്മൾ എഴുതാറുള്ളത്. പക്ഷെ ഇവിടെ നമ്മൾ എഴുതുന്നത് K എന്നാണ്. കാരണം നമ്മൾ ജാപ്പനീസിൽ ക്യാപിറ്റൽ എന്നുള്ള KA എന്നാണ് നമ്മൾ തുടങ്ങാറ്. അതുകൊണ്ടാണ് ക്യാപിറ്റലിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും അവസാനത്തെ ഏതാണ്? ഓർഗനൈസേഷൻ ആണ്, O എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സത്യം പറഞ്ഞാൽ എന്തെന്നെയാണ്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉൽപാദക ഘടകങ്ങൾ തന്നെയാണ് ഏതിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉൽപാദക ധർമ്മമായിട്ടും പറയുന്നത്. അപ്പൊ ഇത് മക്കൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, ഉൽപാദനം കൂട്ടണമെങ്കിൽ പ്രൊഡക്ഷൻ ഫംഗ്ഷനിലെ സാധനങ്ങളുടെ എണ്ണം കൂട്ടിയാൽ മതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉൽപാദനം അഥവാ പ്രൊഡക്ഷൻ നമുക്ക് കൂട്ടാൻ പറ്റും. അതുപോലെ തന്നെ അടുത്തൊരു കാര്യം ഇതിൽ പഠിക്കേണ്ടതാണ് ഫിക്സഡ് ഇൻപുട്സും വേരിയബിൾ ഇൻപുട്സും അഥവാ സ്ഥിര നിവേശങ്ങളും അസ്ഥിര നിവേശവും എന്ന് പറയുന്നത്. നമ്മളെ പഠിച്ചു വെക്കാം. ഫിക്സഡ് ഇൻപുട്ട്, സ്ഥിര നിവേശം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മാറ്റാൻ പറ്റാത്ത, നമ്മൾ ഫിക്സഡ് എന്നല്ല സ്ഥിരം എന്നല്ല പറഞ്ഞേ. അപ്പൊ പെട്ടെന്ന് മാറ്റാൻ പറ്റാത്തതിന് വിളിക്കുന്ന പേരാണ് എന്ത് വിളിക്കുക? സ്ഥിര നിവേശങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കാം, വിച്ച് കനോട്ട് ബി, നമ്മൾ ആ വാക്കൊക്കെ ക്യാൻ ബി എന്നല്ല പറഞ്ഞത്. എങ്ങനെയാ പറഞ്ഞത്? വിച്ച് കനോട്ട് ബി അഥവാ പെട്ടെന്ന് മാറ്റാൻ പറ്റാത്ത, ചുരുങ്ങിയ കാലയളവിൽ മാറ്റം വരുത്താൻ പറ്റാത്തതിന് വിളിക്കുന്ന പേരാണ് നമ്മൾ എന്ത് വിളിക്കും? ഫിക്സഡ് ഇൻപുട്ട് അഥവാ സ്ഥിര നിവേശം എന്ന് വിളിക്കും. അതിന് ഉദാഹരണമായിട്ട് ലാൻഡ്, നമ്മുടെ ഭൂമി, നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലം പെട്ടെന്ന് മാറ്റാൻ പറ്റോ? ഇല്ല. ഓർഗനൈസേഷൻ, മുതലാളിമാർ പെട്ടെന്ന് മാറ്റാൻ പറ്റോ? ഇല്ല. അതേസമയം അസ്ഥിര നിവേശം എന്ന് പറഞ്ഞാൽ വേരിയബിൾ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ അതല്ല, അത് പെട്ടെന്ന് മാറ്റാൻ പറ്റുന്നതിന് വിളിക്കുന്ന പേരാ വിച്ച് ക്യാൻ ബി എന്നാ പറയാ. വിച്ച് ക്യാൻ ബി അഥവാ പെട്ടെന്ന് മാറ്റാൻ പറ്റുന്നതിന്, സോറി വിച്ച് ക്യാൻ ബി, ഇവിടെ കനോട്ട് ബി എന്ന് പറഞ്ഞാൽ ഇത് ക്യാൻ ബി എന്നാണ്. പെട്ടെന്ന് മാറ്റാൻ പറ്റുന്നതിന് വിളിക്കുന്ന പേരാണ്. ഇതിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് ഒന്ന് ലേബർ അഥവാ തൊഴിൽ. നമുക്ക് എന്ത് പറ്റും? തൊഴിലാളികളുടെ എണ്ണം വേഗം മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നതാണ് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. അതിന് എന്ത് ചെയ്യാം? നമുക്ക് ക്യാപിറ്റൽ, മൂലധനത്തെ നമുക്ക് പറയാൻ പറ്റും. മൂലധനം, ഇതിനെയും നമുക്ക് എന്ത് പറ്റും? അത് വേരിയബിൾ ഇൻപുട്സ് ആയിട്ടാണ് നമ്മൾ പറയാൻ പറ്റുക. വേരിയബിൾ ഇൻപുട്ട് അഥവാ അസ്ഥിര നിവേശമായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? പറയാൻ പറ്റുക. സോ ഇതിനെ കൃത്യമായിട്ട് മക്കൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. കൂടാതെ തന്നെ നമ്മൾ പഠിച്ചു വെക്കേണ്ട അടുത്ത കാര്യമാണ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൺസപ്ഷൻ. ഇതിൽ ഏതെങ്കിലും 4 പോയിന്റൊക്കെ മക്കൾ പഠിച്ചു വെച്ചാൽ മതി. ഉപഭോഗത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയെന്നുള്ളത് മക്കളെ. ഉപഭോഗത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ഒന്ന് നമ്മളൊരു സാധനം ഉപയോഗിക്കണ്ടോ എന്ന് തീരുമാനിക്കുന്നത് എന്താ? ഒന്ന് നമ്മുടെ ടേസ്റ്റ്, നമുക്ക് ഇഷ്ടമാവുന്ന സാധനങ്ങളെ നമ്മൾ ഉപയോഗിക്കുള്ളൂ, അല്ലാത്ത സാധനം നമ്മൾ ഉപയോഗിക്കൂല. രണ്ടാമത്തെ എൻവിറോൺമെന്റ്, നമ്മുടെ പരിസ്ഥിതിയൊക്കെ നമ്മൾ നോക്കും. അപ്പൊ പ്ലാസ്റ്റിക്കിനൊക്കെ എതിർക്കുന്ന ആളുകളാണ്. പ്ലാസ്റ്റിക്കിന്റെ കവറിൽ വരുന്ന ഒരു സാധനം നമ്മൾ ഉപയോഗിക്കില്ല. അത് തന്നെ പരിസ്ഥിതി അവബോധം എന്ന് പറഞ്ഞാൽ. മൂന്നാമത്തെ ക്ലൈമറ്റ്, കാലാവസ്ഥ നോക്കും. നല്ല തണുപ്പുള്ള സ്ഥലത്ത് പോയിട്ട് ഐസ്ക്രീം നമ്മൾ കഴിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അത് അവരുടെ ടേസ്റ്റ് അനുസരിച്ചാണ്. ഒരുവിധം ആളുകളൊന്നും കഴിക്കൂല. മറ്റൊരു ഉദാഹരണം, നല്ല തണുപ്പുള്ള സ്ഥലത്ത് AC ആരെങ്കിലും വാങ്ങിക്കോ? ഇല്ല. അത് തന്നെ ആവശ്യം. അതുപോലെ തന്നെ ക്വാളിറ്റി ഉള്ള സാധനങ്ങളെ നമ്മൾ വാങ്ങിക്കൊള്ളൂ. അഥവാ നല്ല ഗുണമേന്മ വേണം, വിശ്വാസിക്കാം, റിലയബിലിറ്റി വേണം. അതുപോലെ തന്നെ കറക്റ്റ് സൈസ് ആൻഡ് വെയിറ്റ്, നല്ല കൃത്യമായ അളവും തൂക്കവും ഒക്കെ ഉള്ള സാധനങ്ങൾ. ഇതൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് എന്ത് ചെയ്യാറുള്ളത്? നമ്മളൊരു സാധനം വാങ്ങിക്കണോ വാങ്ങിക്കണ്ടേ എന്ന് തീരുമാനിക്കുന്നത്. അതാണ് പറയുന്ന കാര്യം ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൺസംഷൻ എന്ന് പറയുന്നത്. ഉപഭോഗത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് അവയാണ്. അതുപോലെ അടുത്തൊരു കാര്യമാണ് മക്കളെ മാർക്കറ്റ് അഥവാ വിപണി എന്ന് പറയുന്നത്. ഈ വിപണിയുടെ സവിശേഷത, ഫീച്ചേഴ്സുകൾ കൃത്യമായിട്ട് മക്കൾ പഠിച്ചു വെക്കണം. മക്കളെ, ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞ സമയത്ത് അവിടെ ആരൊക്കെ ഉണ്ടാവും? ബയ്യേഴ്സും സെല്ലേഴ്സും, വിൽപ്പനക്കാർ വാങ്ങുന്നവനും ഉണ്ടാവില്ലേ? ഈ വിൽപ്പനക്കാർ വാങ്ങുന്നവനുള്ള സ്ഥലത്തെയാണ് മാർക്കറ്റ് എന്ന് വിളിക്കുക. അല്ല രണ്ടിൽ ആരെങ്കിലും ഒരാൾ മാത്രമുള്ള സ്ഥലത്ത് മാർക്കറ്റ് എന്ന് വിളിക്കാൻ പറ്റൂല. അതുപോലെ തന്നെ പ്രൈസ് ഓഫ് ഗുഡ്സ് ഡിറ്റർമൈൻ, അവിടെ സാധനത്തിന്റെ വില കൃത്യമായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെയാണ്
ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ആർ ഈക്വലി ഇമ്പോർട്ടന്റ്. ഇവിടെ എന്തായിരിക്കും ബയേഴ്സ് വാങ്ങുന്ന ആളും വിൽക്കുന്ന ആളും എന്തായാലും തുല്യ പരിഗണനയുണ്ട്. അവർക്ക് രണ്ടുപേർക്കും തുല്യ പരിഗണനയുണ്ട്. ഒരാൾ മാത്രം ഉണ്ടായാൽ പറ്റൂല. അതുപോലെ തന്നെ ദർ ഇസ് ഓപ്പർച്യൂണിറ്റി ടു സെലക്ട് ഗുഡ്സ്. ഇഷ്ടപ്പെട്ട സാധനങ്ങൾ തിരഞ്ഞെടുക്കാൻ നമുക്ക് അവസരം ഉണ്ടായിരിക്കും. ദർ വിൽ ബി മാർക്കറ്റിംഗ് ടെക്നിക്. വിപണന തന്ത്രങ്ങൾ ധാരാളമായിട്ട് അവിടെ ഉണ്ടായിരിക്കും. കോമ്പറ്റീഷൻ എമംഗ് ദ ട്രേഡേഴ്സ്. കച്ചവടക്കാർക്കിടയിൽ മത്സരം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് വേഗം അവിടെ നമ്മൾ വിളിച്ചു കയറ്റും. അതുപോലെ തന്നെ ഡൈവേഴ്സിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ്. ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യമൊക്കെ ഉണ്ടായിരിക്കും. ഇതൊക്കെ മാർക്കറ്റിന്റെ ഫീച്ചേഴ്സ് ആണ്, സവിശേഷതകളാണ്. കൂടാതെ ഇതിന് മക്കൾ വേറെ ഒരു കാര്യം നിർബന്ധമായിട്ട് മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ പറഞ്ഞാൽ മാർക്കറ്റിംഗ് ടെക്നിക്, വിപണന തന്ത്രങ്ങൾ എന്ന് പറയുന്നത് മക്കളെ മാർക്കറ്റിൽ നമ്മൾ സാധനങ്ങൾ കച്ചവടം ചെയ്യാൻ നമ്മൾ കുറെ തന്ത്രങ്ങൾ ഉപയോഗിക്കൂലേ. ആ തന്ത്രങ്ങളെ തന്നെ ചോദിക്കുന്നത് ഒന്ന് ആഫ്റ്റർ സെയിൽ സർവീസ്, വിൽപ്പനാന്തര സേവനം, പ്രൊഡക്റ്റ് വെറൈറ്റീസ് ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നത്, അട്രാക്റ്റീവ്നെസ്, ആകർഷണീയത, ഓൺലൈൻ പേയ്മെന്റ്, ഓൺലൈൻ സൗകര്യങ്ങൾ, അഡ്വർടൈസ്മെന്റ്, പരസ്യങ്ങൾ, ഇവയൊക്കെ ഇതിൽ ഏതെങ്കിലും ഒരു 4 പോയിന്റ് മക്കൾ എന്ത് ചെയ്താൽ പഠിച്ചു വെച്ചാൽ ഡിസ്കൗണ്ടുകൾ കൊടുക്കുന്ന നമ്മളെ എന്ത് ചെയ്യണം വിപണന തന്ത്രമാണ്. അതുപോലെ തന്നെ എന്ത് ചെയ്യാവുന്നത് ഓൺലൈൻ സ്റ്റോറുകളിലൂടെ കച്ചവടം ചെയ്ത് വിപണന തന്ത്രമാണ്. റിബേറ്റുകൾ കൊടുക്കുന്ന വിപണന തന്ത്രമാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് തന്ത്രങ്ങളുണ്ട്. നമ്മൾ അഡ്വർടൈസ്മെന്റ്, നല്ല രസകരമായ പരസ്യങ്ങൾ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്ട് കച്ചവടക്കാരെ വിളിച്ചു വരുത്താണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇനി അതുപോലെ ഈ ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഡിമാൻഡ് സപ്ലൈ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഗ്രാഫിന്റെ മാത്രമുള്ള ചോദ്യങ്ങൾ കൃത്യമായിട്ട് വരാൻ സാധ്യതയുള്ളതാണ്. ആ കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ലൈവിൽ ഡിസ്കസ് ചെയ്യും. സോ മക്കൾ ലൈവിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കാം. കൂടാതെ തന്നെ നമ്മൾ അസ്ര ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത മക്കളുടെ ഇടയിൽ ഇപ്പൊ വേഗം തന്നെ ജോയിൻ ചെയ്യുക. ഇപ്പോഴാണ് നിങ്ങൾക്ക് ആക്ച്വലി ഓഫേഴ്സും കാര്യങ്ങളൊക്കെ റൺ ചെയ്യുന്ന സമയമാണ്. ചാൻസർ കൃത്യമായിട്ട് മുതലാക്കുക, കൃത്യമായിട്ട് യൂസ് ചെയ്യുക. സോ ടാറ്റ, ബൈ, സീ യു ഓൾ.